अल्हम्दुलिल्लाह नहमदुहु वनस्तईनुहु वनुअ्मिनु बिही वनतवक्कलु अलैहि वनऊज़ु बिल्लाहि मिन शुरूरि अंफुसिना व मिन सय्यिआति अअमालिना मन यहदिल्लाहु फला मुदिल्ल लहु व मन युद्लिल्हु फला हादिय लहु व अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु व अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिलहुदा व दीनिल हक़्क़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून। अल्लाहुम्म सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम व बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नक हमीदुम मजीद। अम्मा बाद फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल मुहदसतिन बिदअ व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फ़िन्नार। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। या अय्युहल्लज़ीन आमनुत्तक़ुल्लाह हक़्क़ तुक़ातिहि वला तमूतुन्न इल्ला व अन्तुम मुस्लिमून। ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷം പൂർത്തിയാക്കി അള്ളാഹുവിൻ്റെ സ്മരണകൾ ധാരാളം നിർവഹിച്ച് വീണ്ടും അള്ളാഹുവിൻ്റെ ഈ ഒരു ഭവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നമ്മുടെ ബലികർമ്മവും നമ്മുടെ സഹോദരന്മാരുടെ ഹജ്ജ് കർമ്മവും നമ്മുടെ ഈ ദുൽഹജ്ജ് മാസത്തിലെ പ്രവർത്തനങ്ങളൊക്കെ സർവശക്തനായ അള്ളാഹു സ്വീകരിക്കുകയും നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വെള്ളിയാഴ്ച നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷാ ഫലങ്ങളൊക്കെ പുറത്തു വന്ന് അവർ പുതിയ കോഴ്സിനെ സംബന്ധിച്ചും അവരുടെ ഭാവി കരിയറിനെ സംബന്ധിച്ചൊക്കെ ഗൗരവമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ഇങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ഉമ്മത്തിൻ്റെ നിലവിലുള്ള ഒരു സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ വൈജ്ഞാനിക മേഖലയിൽ കുറേ കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. നിരന്തരമായ ബോധവൽക്കരണത്തിലൂടെ വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൂർവികരായിരിക്കുന്ന ആളുകൾ ഈ അറിവിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ സമൂഹത്തെ കൃത്യമായിട്ട് ബോധവൽക്കരിച്ചതിൻ്റെ കുറേ ഫലമെല്ലാം തന്നെ നമുക്ക് ഈ സന്ദർഭത്തിൽ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എങ്കിലും പാരൻസ് എന്നുള്ള അർത്ഥത്തിൽ, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ ഇങ്ങനെ പരതിയപ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ പതിയേണ്ട കുറേ ഭാഗങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടുണ്ട്, നമ്മുടെ മുന്നിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അറിവിന് ഇസ്ലാം നൽകിയിരിക്കുന്ന പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഖുർആനിലെ ചില ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളൊക്കെ പരിശോധിക്കുമ്പോൾ, നമ്മൾ എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടാലും ശരി, നമുക്കൊരല്പം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും വിജ്ഞാനം കിട്ടാവുന്ന മേഖലകളിലെല്ലാം തന്നെ നിങ്ങൾ ചെന്നിരിക്കുകയും അവിടുന്ന് അറിവ് പകർന്നെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് തന്നെ നിർദ്ദേശം നൽകി നമുക്ക് കാണാൻ കഴിയും. ഇപ്പം യുദ്ധത്തിന് വേണ്ടി പോകാൻ വേണ്ടി പറയുമ്പോൾ ഒരു വിഭാഗം ആളുകൾ എല്ലാവരും കൂടി യുദ്ധത്തിന് പോവാതെ കുറച്ചൊരു വിഭാഗം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്നിട്ട് വിജ്ഞാനം നേടിയിട്ട് പോയിരിക്കുന്ന ആളുകൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ
നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയാനുള്ള കാരണം എല്ലാവരും കൂടി ആ സാഹചര്യത്തിൽ അങ്ങനെ യുദ്ധത്തിൽ പോവുകയല്ല. അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ള വിജ്ഞാന ശേഖരണം എന്ന് പറഞ്ഞ ഒരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ബാക്കിയുണ്ട് എന്ന് കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. അങ്ങോട്ടൊന്നും നമ്മൾ പോകേണ്ടയില്ല. 114 സൂറയിൽ നിന്ന് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗം തന്നെ നമുക്ക് നോക്കിയറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ആദ്യം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയും നീ വായിക്കണം എന്നുള്ളതാണ്. അതിൽ നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ അത്രമാത്രം പ്രാധാന്യം ഈ വിഷയത്തിൽ മതം നൽകുന്നുണ്ട്. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് വായിച്ചു. അതിൽ റസൂൽ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. നിങ്ങൾ ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എളുപ്പമാക്കി കൊടുക്കുകയാണ്. നിങ്ങൾ വിജ്ഞാനം തേടി പോകുമ്പോൾ നിങ്ങൾ വെറും വിജ്ഞാനം മാത്രമല്ല തേടുന്നത്, മറിച്ച് നിങ്ങൾ ആ വിജ്ഞാനം തേടിയുള്ള നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കൂടി അള്ളാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുക്കി തരുന്നുണ്ട് എന്നാണ്. അപ്പം ഈ ഹദീസുകളും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആയത്തുകളുമൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, വിജ്ഞാനത്തിന് അത്രമാത്രം പ്രാധാന്യം നമ്മുടെ മതം നമുക്ക് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സമൂഹത്തെ ആ വിഷയത്തിൽ ഇത്രമാത്രം ബോധ്യപ്പെടുത്തേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം കൂടുതലായിട്ട് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മതം മുന്നോട്ട് വെക്കുന്ന അറിവിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കുറേ അറിവുകൾ സമ്പാദിച്ചു പോവുക എന്നത് മാത്രമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനത്തിൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത്. മറിച്ചോ വിജ്ഞാനം നേടിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടാവേണ്ട ക്വാളിറ്റിയെ സംബന്ധിച്ച് കൃത്യമായിട്ട് മതം പഠിപ്പിച്ചു. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ക്യാമ്പസിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ആ ക്യാമ്പസിൽ നിന്ന് കുട്ടിക്ക് കിട്ടുന്ന കുറേ അറിവുകളുണ്ട്. അതിനെ നമുക്ക് അറിവ് എന്ന് പറയാം. പക്ഷെ മതം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി, നീ അവിടുന്ന് ഒരു അറിവ് നേടുമ്പോൾ നിനക്കൊരു തിരിച്ചറിവ് കൂടി നേടാൻ നിനക്ക് കഴിയണം എന്നാണ് മതം മുന്നോട്ട് വെക്കുന്ന വിജ്ഞാനത്തിൻ്റെ സങ്കല്പം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ H2O എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ വെള്ളമാകും. ഇത് നമ്മുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ ഇസ്ലാമിൻ്റെ ആ പാഠം, മതപരമായിരിക്കുന്ന പാഠം അവിടെ നിർത്തരുത് എന്നാണ് പറയുന്നത്. നീ 2 ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമാകുമെന്ന് നിന്റെ ക്യാമ്പസിൽ വെച്ച് ഒരു അധ്യാപകൻ നിന്നെ പഠിപ്പിക്കുമ്പോൾ നിന്റെ വിജ്ഞാനം അതുവഴി പൂർണ്ണമാവുന്നില്ല. എപ്പോഴാണ് നിന്റെ വിജ്ഞാനം പൂർണ്ണമാവുന്നത്? ദാഹിച്ചു വരുന്ന മനുഷ്യന് നീ ആ പഠിച്ചിരിക്കുന്ന ശാസ്ത്രപ്രകാരമുള്ള വെള്ളം ദാഹിച്ച ഒരു മനുഷ്യന് കൂടി കൊടുക്കുമ്പോൾ മാത്രമേ നിന്റെ അറിവ് പൂർണ്ണമാവുന്നുള്ളൂ. ഈ വിജ്ഞാന തലത്തിലേക്ക് നമുക്ക് എപ്പോഴാണോ നീങ്ങാൻ കഴിയുന്നത്, ആ കഴിയുമ്പോഴാണ് ഇസ്ലാമിക നിയമപ്രകാരം ഒരു മനുഷ്യൻ്റെ അറിവ് പൂർണ്ണമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമ്പാദ്യങ്ങളാണ്. ഒരു MBBS വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ വായിച്ചു പഠിക്കുമ്പോൾ, പ്രായമായി കഴിഞ്ഞാൽ മാതാവിനും പിതാവിനും ഉണ്ടാകുന്ന ശാരീരികമായിരിക്കുന്ന മാറ്റത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ, എൻ്റെ പിതാവിന് ഏറെ പ്രായമാകുന്ന സന്ദർഭത്തിൽ ബുദ്ധിപരമായിട്ട് ചില മാറ്റങ്ങൾ സംഭവിക്കുകയും കൊച്ചുകുട്ടിയെപ്പോലെയായിട്ട് അവൻ മാറുകയും ചെയ്യും. അതൊരു പഠനമാണ്. അവൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ, പ്രത്യേകിച്ച് തൊലിയെല്ലാം തന്നെ ചുക്കിച്ചുളിഞ്ഞു പോകും എന്നൊക്കെ കുട്ടികൾക്കും പഠിക്കുന്നുണ്ട്, വായിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് ആ പ്രായമാകുന്ന സന്ദർഭത്തിലുള്ള എല്ലാ ചേഞ്ചിനെ പറ്റിയും ശരീരശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ഇസ്ലാമികമായിരിക്കുന്ന ഒരു പ്രകാരം അങ്ങനെ ആ പ്രായത്തിലുണ്ടാകുന്ന മാറ്റം നീ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ, അത് നിനക്ക് പറയാൻ കഴിയണം. അപ്പോൾ നമ്മുടെ മതം പൂർത്തിയാകും, നമ്മുടെ വിജ്ഞാനം പൂർത്തിയാകും. എന്തായാലും അർത്ഥം, മാതാപിതാക്കളിൽപ്പെട്ട 2 പേരും നിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് വാർദ്ധക്യം പ്രാപിക്കുമ്പോൾ അവർക്ക് നീ കാരുണ്യത്താലുള്ള വിനയത്തിൻ്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്കണം എന്ന് പഠിക്കുമ്പോൾ മാത്രമേ ഇസ്ലാമിക നിയമപ്രകാരം വിജ്ഞാനം എന്താവുന്നുള്ളൂ, പൂർണ്ണമാവുന്നുള്ളതാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാന്നറിയോ? അറിവ്, തിരിച്ചറിവ് എന്ന് പറയാം. അറബി ഭാഷയിൽ അറിവിന് വേണേൽ നമുക്ക് ഇൽമ് എന്ന് പറയാം. ഇൽമ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശേഖരിച്ച് വെച്ചെടുക്കുന്ന എല്ലാ അറിവിനും നമുക്ക് ഇൽമ് എന്ന് പറയാൻ കഴിയും. പക്ഷെ അതോടൊപ്പം തന്നെ മഅരിഫത്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കുറച്ചുകൂടി വ്യാഖ്യാനം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. മഅരിഫത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്ന് വെച്ചാൽ അത് വെറും ഒരു അറിവ് മാത്രമല്ല, അതൊരു തിരിച്ചറിവ് കൂടിയാണ്. അറിവിനോടൊപ്പം ഒരു മനുഷ്യൻ തിരിച്ചറിവ് നേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ ആരായിട്ട് മാറുക, അവൻ്റെ ജീവിതത്തിൽ
സാംസ്കാരികമായിട്ട് അതേപോലെ തന്നെ നൈതികമായിട്ട് മൂല്യബോധമുള്ള ഒരു മനുഷ്യരായിട്ട് അവൻ മാറുക. അറിവിനോടൊപ്പം അവൻ തിരിച്ചറിവ് കൂടി നൽകണം, തിരിച്ചറിവ് കൂടി അവന് ലഭിക്കണം എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കല്പം. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം നമുക്കറിയാം. MBBS പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ഒരു പക്ഷേ ഇവിടെ മെറിറ്റിലല്ല അവൻ ജോലിയിൽ കയറിയിട്ടെങ്കിൽ അവൻ റഷ്യയിലോ ചൈനയിലോ പോയിട്ടൊരു MBBS എടുത്ത് അവൻ വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു സെൽഫ് ഫൈനാൻസ് കോളേജിൽ അവൻ MBBS പഠിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്ക് അവരുടെ പാരൻസൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും ലക്ഷക്കണക്കിന് രൂപയാണ് ആ പാരൻസിന് ചെലവാകുന്നത്. സ്വാഭാവികമാണ്. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ നേടിയിരിക്കുന്ന അറിവിനോടൊപ്പം അവന് തിരിച്ചറിവ് അവൻ നേടാൻ കഴിയാത്ത കാലത്തോളം, ഇനി അതല്ല മെറിറ്റിൽ തന്നെ കയറിയിട്ട് ഒരു കുട്ടി MBBS കോഴ്സ് പൂർത്തിയാക്കി അവൻ പുറത്തേക്ക് വരുമ്പോൾ അവന് അറിവിനോടൊപ്പം അവന് തിരിച്ചറിവ് കൂടി നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ കേരളത്തിലെ അല്ലാതെ ലോകത്തുള്ള മുഴുവൻ രോഗികൾക്കും പ്രയാസമായിരിക്കും. കാരണം എന്താ അറിയോ, അവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും സമ്പാദിക്കണം എന്നുള്ള ചിന്തയല്ലാതെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ചിന്ത അവനുണ്ടാവില്ല. അതുകൊണ്ട് എത്രയാണോ ടെസ്റ്റ് എഴുതാൻ വേണ്ടി അവനോട് ആവശ്യപ്പെട്ടത് ആ ടെസ്റ്റ് അവൻ എഴുതിയിരിക്കും. എങ്ങനെയാണോ കൈക്കൂലി വാങ്ങാൻ ആവശ്യപ്പെടുന്നത് അവൻ ആ കൈക്കൂലി വാങ്ങാൻ. കാരണം എന്താണ്, അവൻ നേടിയിരിക്കുന്ന അറിവിനോടൊപ്പം അവന് തിരിച്ചറിവ് കൂടി നേടാൻ പറ്റിയില്ല. അപ്പൊ മതം നമ്മുടെ മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വൈജ്ഞാനിക സങ്കല്പം എന്ന് പറഞ്ഞാൽ നീ നേടുന്ന അറിവിനോടൊപ്പം നിനക്ക് തിരിച്ചറിവ് നേടാൻ കൂടി എന്ത് ചെയ്യണം, കഴിയേണ്ടതുണ്ട്. ഒരു എഞ്ചിനീയർ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കോഴ്സിലും ഒരുപാട് ചെലവ് അവനുണ്ട്. അവൻ കോഴ്സൊക്കെ എടുത്ത് അവനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവന് തിരിച്ചറിവ് നേടാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇവിടെയും എന്തുണ്ടാകും, കൈക്കൂലി എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും വ്യാപകമാകും. കാരണം എന്താ വെച്ചാൽ ഇവൻ നേടിയിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ത് എന്ന് ഇവൻ തിരിച്ചറിയാതെ പോയി. എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട്, അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS നേടി, കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MD നേടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മതപരമായിട്ട് ബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവൻ MBBS കഴിഞ്ഞ ഉടനെ തന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി കയറി. ഒരു സ്വാഭാവികമായിട്ടും ഒരു കോഴ്സ് പൂർത്തീകരിച്ച് വരുമ്പം ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റലിൽ അവൻ ഡോക്ടറായിട്ട് ജോലി ചെയ്തപ്പം അവിടുത്തെ MD അവനെ വിളിച്ചു പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഇവിടുത്തെ ടെസ്റ്റിലൂടെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സ്റേ അതേപോലെ തന്നെ ഇവിടുത്തെ ലാബ് അനുബന്ധ കാര്യങ്ങളിൽ നല്ല ഒരു വരുമാനത്തിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രോഗി നിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ഈ സ്ഥാപനത്തിലെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയാവുന്ന അത്ര ടെസ്റ്റുകൾ നീ എഴുതുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു ഡോക്ടറെ അപ്പോയിൻമെന്റ് ചെയ്യുന്ന സന്ദർഭം എല്ലാ ഹോസ്പിറ്റലും ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. എല്ലാ ഹോസ്പിറ്റലും അങ്ങനെ ആവില്ല. ഒരുപക്ഷെ ഡോക്ടേഴ്സിന്റെ സംസാരം കേൾക്കുന്നത് എല്ലാവരും അങ്ങനെ ആവില്ല. പക്ഷെ ഇവൻ ഈ ആദ്യത്തെ ഉപദേശം തന്നെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിന്റെ ശമ്പളത്തിലടക്കം നല്ല ഒരു വർധനം ഉണ്ടാകുമെന്നാണ് അവനോട് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഇത് കേട്ട് കഴിയുമ്പോൾ മതപരമായിട്ടൊരു ബോധമില്ലാത്ത, അല്ലെങ്കിൽ അവൻ നേടിയിരിക്കുന്ന ഒരു വിജ്ഞാനത്തോടൊപ്പം തന്നെ ഒരു നൈതിക ഭാവം കൂടിയില്ലാത്തൊരു ഡോക്ടറാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അവൻ നേരെ ചെയ്തത് അവിടുന്ന് ഒരു പ്രത്യേകം ഒരു വെള്ളപ്പേപ്പർ വാങ്ങിയിട്ട് അവിടെ അപ്പോയിൻമെന്റ് നേരത്തെ തന്നെ ചെയ്തോന്നറിയില്ല, അവിടെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധ്യമല്ല എന്ന് എഴുതി കൊടുത്ത് തിരിച്ചു പോരുക ചെയ്തു. ഈ ഹോസ്പിറ്റൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് എഴുതി തിരിച്ചു പോരുകയാണ്. ഇനി അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റൽ എനിക്ക് കിട്ടുമോ, ഇതൊന്നും അവൻ്റെ ചിന്തയല്ല. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി എൻ്റെ അനുഭവം അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. കാരണം ഞാൻ പഠിച്ചിരിക്കുന്ന മൂല്യത്തിനനുസരിച്ച് കൊണ്ടുള്ള ഒരു ജോലി എനിക്ക് ഇവിടെ ചെയ്യാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈ ആത്മസുഹൃത്ത് അവിടെ റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ ജോലി വേണ്ട എന്ന് പറഞ്ഞു പോകാനുള്ള കാരണം. എന്താണ് അത്? ഞാൻ പറഞ്ഞ ഇൽമിനോടൊപ്പം അറിവിനോടൊപ്പം മഅരിഫത്ത് കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കുറേ കോട്ടീസ് ഞാൻ വായിച്ച കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഒരു ചിന്തകൻ ഡോക്ടർ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി എന്ന് പറഞ്ഞാൽ വളരെ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിർവചനം അദ്ദേഹം പറഞ്ഞു, എഡ്യൂക്കേഷൻ ഫോർ ക്രിയേറ്റിംഗ് ആൻ ഐഡിയൽ ഇമാം ഇൻ ആൻ ഐഡിയൽ സൊസൈറ്റി എന്നാണ്. മാതൃകാ സമൂഹത്തിലെ മാതൃകാ വ്യക്തിയെ തിരഞ്ഞെടുക്കലാണ് വിദ്യാഭ്യാസം. ശരിക്കും ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. നമ്മുടെ പുതിയ തലമുറ മുമ്പിലേക്ക് ഈ മൂല്യബോധം കൂടി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വരുന്ന തലമുറയിൽ നിന്ന് നമ്മൾ ഒന്നും എന്ത് ചെയ്യേണ്ടതില്ല, പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് രണ്ടാക്കണം എന്ന് വായിച്ചപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും
കുറച്ചുകൂടി മൂല്യബോധമുള്ള ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടില്ലെങ്കിൽ വലിയ ഒരു പ്രതിസന്ധിയായിരിക്കും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആകെ തുക. അപ്പോൾ അറിവ് നേടണം എന്നിനി നമ്മുടെ സമൂഹത്തെ വല്ലാതെ നമ്മൾ പഠിപ്പിക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ സമൂഹം ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മുടെ ഉമ്മത്തിലെ ഒരുപാട് കുട്ടികളെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക വേഷം ധരിച്ച ഒരുപാട് കുട്ടികളുടെ ഫോട്ടോ ആണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്തിന് ഇനി വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വല്ലാതെ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ല. ഇനി നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിലേക്ക് നമ്മൾ മാറണം. അതുകൊണ്ട് പേരൻസിനോട് 2-3 പ്രധാന സംഗതികൾ എനിക്ക് പറയാൻ. ഒന്ന്, നാം തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം വളരെ പ്രധാനപ്പെട്ടതാണ്. നാം തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം വളരെ പ്രധാനപ്പെട്ട. ഞാൻ ഈ രംഗത്ത് ഇപ്പോൾ ഒരു 10-20 കൊല്ലം ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. ഒരുപാട് ക്യാമ്പസുകൾ സന്ദർശിക്കാനും അതോടൊപ്പം തന്നെ ചില ക്യാമ്പസുകൾ പഠിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ മതപരമായിട്ട് ബോധമുള്ള, ധാർമ്മിക ബോധമുള്ള കുട്ടികൾ ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ മക്കളുള്ളതെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൽ 5 വർഷക്കാലം ജോലി ചെയ്തിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആ ക്യാമ്പസിലുള്ള സമയത്ത് ജമാഅത്ത് നിർബന്ധമാണ്. ആ ക്യാമ്പസിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുമ്പോൾ മതവിദ്യാഭ്യാസം എന്ന പേരിൽ, മോറൽ എഡ്യൂക്കേഷൻ എന്ന പേരിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് മതപരമായിരിക്കുന്ന ബോധം അവന് ലഭിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ആ ഒരു +1 +2 പഠിക്കുന്ന കുട്ടിക്കടക്കം ഖുർആൻ പഠിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം അവിടെയുണ്ട്. അവിടെ പഠിച്ച ഒരു 5 വർഷം സ്വാഭാവികമായിട്ടും പഠിപ്പിച്ചിരിക്കുന്ന ഒരു അധ്യാപകൻ നിലക്ക് കേരളത്തിലെ നമ്മൾ പൊതുമണ്ഡലത്തിലൊക്കെ പ്രവർത്തിച്ചു പോകുമ്പോൾ അവിടെ പഠിച്ച ഒരുപാട് കുട്ടികളെ പിന്നീട് കാണാൻ അവസരം കിട്ടും. ഒരുപാട് കുട്ടികളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് സാധാരണ നമ്മളൊരു രോഗിയെ കൊണ്ടുപോകുമ്പോൾ കാണാൻ പറ്റി. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച് പുറത്തേക്ക് വന്ന കുട്ടികളെ കാണാൻ പറ്റി. വിദേശ രാജ്യത്ത് പോയപ്പോൾ എയർപോർട്ടിൽ ഉൾപ്പെടെ ഇത്തരം സ്ഥാപനം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ചേർത്ത് നിർത്തി സംസാരിക്കാനും അവരുടെ ജീവിതവുമായിട്ട് സംസാരിച്ചപ്പോൾ ഇപ്പോഴും അവിടുന്ന് കിട്ടിയിരിക്കുന്ന ശീലം, ആരാധനാ കർമ്മങ്ങളുടെ ചിട്ട ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് പറയുമ്പോൾ ആ ക്യാമ്പസ് തെരഞ്ഞെടുത്തിരിക്കുന്ന, ഞാൻ ഒരു ക്യാമ്പസ് പറയാനല്ല, അത്തരം ക്യാമ്പസുകൾ തെരഞ്ഞെടുത്ത രക്ഷിതാക്കൾ വിജയിച്ചു എന്ന് പറയാനാണ്. ഇപ്പൊ ഇസ്ലാമികമായ വേഷത്തിൽ 1-2 ഡോക്ടേഴ്സിനെ, ഇപ്പോൾ ശാന്തി ഓമശ്ശേരി ശാന്തിയിൽ അവിടുത്തെ ഒരു PG അവിടുത്തെ ഒരു പ്രൊഫസറുണ്ട്. ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണ്, പ്രായം വളരെ കുറവാണ്. ആ കുട്ടിയുടെ ഇസ്ലാമിക വേഷം കണ്ടപ്പോൾ എനിക്ക് തന്നെ സന്തോഷമായി. അതെനിക്ക് ആ സ്ഥാപനം തന്ന വേഷമാണെന്ന് ആ കുട്ടി പറഞ്ഞത്. ആ സ്ഥാപനം തന്നിരിക്കുന്ന വേഷമാണെന്നാണ് ആ കുട്ടി പറഞ്ഞത്. പക്ഷെ നമ്മൾ പല രക്ഷിതാക്കളും ഒരു കൾച്ചറിന്റെ പേരിൽ ഇനി കുട്ടിക്ക് ഇസ്ലാമിക വേഷം ധരിക്കും, തട്ടൊന്നും ഇടണ്ടെന്ന് പറഞ്ഞ സ്ഥാപനമാണെങ്കിലും നമുക്കൊരു ക്രെഡിറ്റിന് പേരിൽ നമ്മൾ അവിടെ ആയിട്ട് കൊണ്ടാ കുട്ടിയെ. നമുക്ക് തുടക്കത്തിലൊക്കെ ആവേശം ഉണ്ടാവും, അവസാനം നമ്മൾ എന്താ ഈ കുട്ടിയെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ഇസ്ലാമികമായിരിക്കുന്ന ഒരു വേഷവിധാനവും അനുബന്ധ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥാപനം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുക. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളെ പറ്റിയെല്ലാം അത് സ്വാഭാവികമായിട്ടും അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കൾച്ചറേ അവിടെ ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് പൊതു സ്ഥാപനങ്ങളിലേക്ക് നമ്മൾ പറയും. ഇപ്പൊ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ നമ്മൾ പറഞ്ഞയക്കും, പല സ്ഥാപനങ്ങൾ പറഞ്ഞേക്കും. ആ സ്ഥാപനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് നമ്മൾ നോക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. അങ്ങനെ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ഈ കുട്ടിയിൽ ഒരു കൾച്ചർ ഉണ്ടാവും. ഇപ്പൊ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്, മാ നഹല വാലിദുൻ വലദുഹു അഫ്ളലു മിൻ അദബിൻ ഹസൻ. ഒരു ബാപ്പയും ഉമ്മയും കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സമ്മാനമുണ്ട്. അവിടെ ഉപയോഗിച്ച പദം എന്താ അറിയോ? നിഖിലത്ത് എന്നാണ്. ഒരു ബാപ്പാക്കും ഉമ്മാക്കും കുട്ടിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? സമ്മാനം എന്താ വെച്ചാൽ ഒരു സംസ്കാര സമ്പന്നനാക്കി വളർത്തുക എന്നുള്ളതാണ്. ഞാൻ മക്കൾ കൊടുക്കുന്ന പ്രധാനപ്പെട്ട സമ്മാനം അവനെ സംസ്കാര സമ്പന്നനാക്കി വളർത്തുക എന്നല്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം, അൽഹംദുലില്ലാ കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തിട്ടല്ലോ എന്നൊരു സംതൃപ്തിയെങ്കിലും നമുക്കുണ്ടാകും. അത് നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ട സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വലിയ ഒരു മാറ്റമായിരിക്കും ഉണ്ടാകും. അപ്പൊ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താ? മദ്രസ വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞാൽ നമ്മൾ മിക്കവാറും കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട്. മദ്രസയിലെ ടീച്ചേഴ്സ് നമ്മോട് പറഞ്ഞു വെച്ചാൽ 1/2 മണിക്കൂർ വന്ന് മദ്രസയിൽ ഇരിക്കും, എന്നിട്ടോ 1/2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് വണ്ടി വരും, അവരെ പറഞ്ഞയക്കും. എപ്പോഴെങ്കിലും ഒരു കുട്ടിയുടെ ടീച്ചർ കുട്ടിയോട് പറയുകയാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ 1 മണിക്കൂറെങ്കിലും കുട്ടിയെ മദ്രസയിൽ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ നിർത്തിയെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അല്ല ഓന് അവിടെ ക്ലാസ് തുടങ്ങി അവിടെ എത്തിയിട്ടില്ലേ, വലിയ പ്രശ്നമാണ്. നമ്മൾ പറയുന്ന കാര്യം മതപരമായിരിക്കുന്ന ബോധം കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ഈ വിഷയത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുക. ഇപ്പൊ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമുക്കേണ്ടത് ആരാ? നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമുക്കേണ്ടത് നമ്മുടെ മക്കളാണല്ലോ. സ്വാഭാവികമായിട്ട് ഈ മയ്യത്ത് നിസ്കാരത്തിലെ പ്രാർത്ഥന പോലും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഒരു പക്ഷേ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമ് നിൽക്കാൻ പറ്റിക്കോളൊന്നുണ്ടാവൂല.
അത് കിട്ടുന്ന ഒരു വിദ്യാഭ്യാസ രീതി നമ്മുടെ മക്കൾ നമ്മൾ കൊടുക്കണം. ഒരു പള്ളിയിൽ ജനാസ കൊണ്ടുവച്ചപ്പം നിസ്കാരം തുടങ്ങാൻ സമയമായിട്ട് നിസ്കാരം തുടങ്ങുന്നില്ല. എന്താന്ന് വെച്ചപ്പോൾ മോനെ കാണുന്നില്ല, കുട്ടീനെ കാണുന്നില്ല. അപ്പോൾ വന്ന് ബയ്യത്തിന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓനൊരു ഭാഗത്ത് ഒളിച്ചിക്കുകയാണ്. അപ്പോൾ ഒളിച്ച് കൂട്ടുകാരൻ പോയി അവനെ പിടിച്ചുകൊണ്ട് പോകുന്നു. എന്താ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ബേക്കോട്ട് നിൽക്കുന്നത്? എന്നോട് ഇമാം നിൽക്കാൻ പറയുമോ എന്ന് പേടിച്ച് ഞാൻ മാറിയതാണ്. ഇമാം നിൽക്കാൻ പറയുമോ എന്ന് പേടിച്ച് മാറിയതവൻ. ഓനോട് ഇമാം നിൽക്കാൻ പറയുമോ എന്ന് പേടി. എന്തേ കാരണം പറയണം, എൻ്റെ ബാപ്പാനെ യാത്ര അയക്കുമ്പോൾ മയ്യത്ത് നിസ്കാരത്തിലെ 3ാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥനയെങ്കിൽ ഏറ്റവും ചുരുക്കം അറിയേണ്ടതാണ്. ഇത് എവിടുന്നാ കിട്ടേണ്ടി? ഇത് കിട്ടേണ്ടത് സത്യത്തിൽ മതപരമായിട്ട് ബോധ്യം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു കൾച്ചറിൻ്റെ പേരിൻ്റെ കുട്ടി തലയെ തട്ടിട്ടില്ലെങ്കിലും എവിടെയാ പഠിക്കുന്നത്? കേരളത്തിൽ ഒരു വലിയ ക്യാമ്പസിൻ്റെ പേര് പറയും, അവിടെയാ പഠിക്കുന്നത്. ആ പഠിക്കുക എന്നതിലുപരി ആ കുട്ടിക്ക് തട്ടിടാൻ പറ്റുമോ? ഇല്ല, അവിടെ തട്ടിടാൻ പറ്റൂല. എനിക്കത് പ്രശ്നമല്ല. നമ്മൾ വളരെയേറെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഈ കുട്ടിയെ നമുക്ക് ഒരിക്കലും തന്നെ കിട്ടാതെ വരും എന്നുള്ളതാണ് എനിക്കിതുമായി ചേർത്ത് വെച്ച് സൂചിപ്പിക്കുവാനുള്ളത്. ഇങ്ങനെ ഇത് പറഞ്ഞു തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇട്ടേച്ച് പോകുന്ന 2-3 സംഗതി പ്രവാചകൻ പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നെന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അറിവാണ്. ഇതിവിടെ ഉണ്ടാവുക അത്ര ഞാൻ പോയാലും. അത് നമ്മുടെ മക്കൾക്ക് കൊടുത്താൽ അത് ഇവിടെ ഉണ്ടാകുന്ന. രണ്ടാമത് റസൂൽ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ പള്ളിയിൽ വന്നിട്ട് ഒരു പിരിവിട്ട് എന്ന് പറഞ്ഞ് അവിടെ ഇട്ടേച്ച് പോയ ദാനധർമ്മം എവിടെ ധർമ്മം കൊടുത്ത് അതുണ്ടാവും. മൂന്നാമത് റസൂൽ പറഞ്ഞ വളരെ ഗൗരവമുള്ളൊരു കാര്യം നിങ്ങൾ ഹദീസിൽ ധാരാളം കേട്ടതാ, വലതുൻ സ്വാലിഹുൻ യദൂലഹു. ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. ഡിഗ്രി ഒരുപാട് അങ്ങ് ഉണ്ടായത് കൊണ്ട് ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിച്ചോളന്നുണ്ടാവില്ല. ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയായിട്ട് വളർന്നു വരണമെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട വെള്ളവും വളവും നമ്മൾ സമയത്ത് തന്നെ നമ്മൾ കൊടുക്കണം. അത് ക്യാമ്പസ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് വിജയിക്കാൻ കഴിയും. മതം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈജ്ഞാനിക കാഴ്ചപ്പാടാണിത്. ഈ കാഴ്ചപ്പാടിനനുസരിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ കഴിയും? അതിലെ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അറിവിനോടൊപ്പം തിരിച്ചറിവ് കൂടി നേടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്ന ക്യാമ്പസും കോഴ്സും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വളർന്നു വരുന്ന മക്കളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം തന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ മതപരമായി വിജ്ഞാനത്തിൻ്റെ ഒരു ഇസ്ലാമികമായൊരു പരിപ്രേക്ഷ്യം നമ്മളതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, വളരെ ചെറിയൊരു ഭാഗമാണ് ഞാൻ വിശദീകരിച്ചത്. അതൊരു വലിയൊരു ഏരിയ ആണ്. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ വിശദീകരിക്കാൻ കഴിയുമായിരിക്കും. ഒരു വലിയൊരു ഏരിയ ആണ്. നമ്മൾ ആ രംഗത്തേക്ക് നമ്മളൊന്ന് കൂടുതൽ പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഇപ്പോൾ അറബിക് കോളേജുകൾ നമ്മുടെ കേരളത്തിലെ ഒരു മതപണ്ഡിതന്മാരെ വളർത്തിയെടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം അറബിക് കോളേജുകൾ. ഇപ്പോൾ സാധാരണയായിട്ട് പള്ളിയിലെ ഇമാമുമാരാരാ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ പള്ളിയിൽ നമുക്ക് ബംഗാളിൽ നിന്ന്, അസാമിൽ നിന്ന് ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇമാമില്ല. പള്ളിയിൽ ഇമാമില്ല. ഒന്ന്, അവിടെ ആകർഷകമായ ശമ്പളവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൻ്റെ പേരിൽ ഈ രംഗത്തേക്ക് ആളുകൾ കടന്നു വരുന്നില്ല. മിമ്പർ ഖുതുബ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാനൊക്കെ ഈ ഒരു പള്ളിയിൽ ഖുതുബ പറയുന്ന ആണ്. എനിക്ക് തോന്നുന്നു ഒരു വ്യാഴാഴ്ച വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് പള്ളിയിൽ നിന്ന് കമ്മിറ്റിക്കാർ വിളിക്കുകയാണ്, ഇന്ന് വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ വരുമോ, ഒന്ന് ആ പള്ളിയിൽ വരുമോ? ഇവിടെ പള്ളിയിൽ ആളില്ല, ഖുതുബക്ക് ആളില്ല. ആരാ ഖുതുബ? ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ ആരാണ് ഈ ഡ്യൂട്ടി ഇവിടെ നിർവഹിക്കുക? ഈ ഡ്യൂട്ടി ആരാ നിർവഹിക്കുക? അപ്പോൾ സ്വാഭാവികം ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നമ്മുടെയൊക്കെ വീട്ടുകളിൽ നിന്ന് ഏതെങ്കിലും കുട്ടികൾ മതം പഠിച്ചെങ്കിലല്ലേ അവർക്ക്, അത് അറബിക് കോളേജ് തന്നെ പോകണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞ അറബിക് കോളേജിൽ പോയ കുട്ടിക്ക് മാത്രമേ മെമ്പർമ കയറാൻ കഴിയുന്നില്ല. മതപരമായിരിക്കുന്ന ഒരു ബോധ്യമുള്ള ഒരു സൊസൈറ്റി ഉണ്ടെങ്കിലല്ലേ ആ നാട്ടിലും അതേപോലെ തന്നെ വിജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അറബിക് കോളേജുകൾ നല്ല സാധ്യതകളാണ്. ഇപ്പം 2 വർഷത്തെ പ്രിലിമിനറി കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് സത്യത്തിൽ ഇപ്പോൾ +2 ഹ്യൂമാനിറ്റീസിന് തുല്യമാണ്. അത് കഴിഞ്ഞാൽ 3 വർഷത്തെ ഡിഗ്രി കോഴ്സുണ്ട്, BA അറബിക്കിന് തുല്യമാണ്. ഞാൻ ആ കോഴ്സ് എടുത്ത നിരവധി ആളുകൾ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആ കോഴ്സ് എടുത്ത ഒരാളാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങുന്ന അറബിക് അധ്യാപകന്മാരുണ്ട്. 1.5 ലക്ഷത്തോളം രൂപ. അത് 2 വരെ ആയിരിക്കുന്ന ആൾക്കാരുണ്ട്.
വിദേശ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു സന്ദർശനത്തിന് പോയിരുന്നു. അവിടെ ഞാൻ പോയി നോക്കുമ്പം നമ്മുടെ കേരളത്തിലെ വിവിധ രൂപത്തിൽ കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അറബി പഠിച്ചിരിക്കുന്ന, പെർ മന്ത് 5 lakh സാലറി വാങ്ങുന്ന ആളെ പരിചയപ്പെട്ടു. 5 lakh. അവൻ എവിടെയാണ് പഠിച്ചത്? അറബി കോളേജിലാണ് പഠിച്ചത്. എന്താണ് അതിൻ്റെ മെച്ചം? അറബിയോടൊപ്പം തന്നെ ഇംഗ്ലീഷ് കൂടി പഠിച്ച് ട്രാൻസ്ലേഷൻ കോഴ്സുണ്ട്. അഫ്ദലുലുമയും PG കഴിഞ്ഞ് നന്നായിട്ട് ഇംഗ്ലീഷും അറബി കൂടി സംസാരിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ കോഴ്സ് കൂടി അത്യാവശ്യം IT കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് വലിയ സാധ്യതയുണ്ട്. അയാൾ നാട്ടിലൊക്കെ വരുമ്പോൾ ഖുതുബയും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മതപരമായിട്ട് ബോധം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉന്നത ജോലിയിലേക്കടക്കം എത്താൻ സാധ്യതയുള്ള കോഴ്സുകൾ അറബി കോളേജിലുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ ആ വഴിയിലേക്ക് നമ്മൾ കുറച്ചൊക്കെ തിരിച്ചു. എല്ലാവരെയും വിടണ്ട, വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പോയാൽ മതി. ഒരു 5 ആൺകുട്ടികളോ 4 ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ കുറച്ചെണ്ണത്തിനെ നമ്മൾ പൊതുവായിട്ടുള്ള കോഴ്സിന് പറഞ്ഞയക്കുകയും അത്യാവശ്യം താല്പര്യമുള്ള കുട്ടീനെ ഈ രംഗത്തേക്ക് കൂടി വിടുകയാണെങ്കിൽ, അത്യാവശ്യം ഒരു പള്ളിയിൽ നാട്ടിലൊരു ഇമാം ഇല്ലെങ്കിൽ, ഖുതുബ പറയാനില്ലെങ്കിൽ നമുക്ക് വേജാറ്. ഞാനിപ്പോൾ തന്നെ ഇവിടെ തന്നെ നമ്മളൊന്ന് പരിശോധിക്കുക. ഇവിടെ ഒരു 10, 100, 150 ആളുകളുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് എത്ര കുട്ടികൾ ഈ ഒരു ഹയർ വിദ്യാഭ്യാസം, മതപരമായിട്ടുള്ള ഒരു ഹയർ എഡ്യൂക്കേഷൻ എടുത്തിട്ടുണ്ട് എന്നൊരു കണക്കെടുത്താൽ മതി. അപ്പോൾ നമുക്കറിയാൻ കഴിയും എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോയിട്ടില്ല. ഇനി വേണ്ട, അറബി കോളേജിലേക്ക് പോകണ്ട. എൻ്റെ കുട്ടി ഈ ഒരു ഭൗതികമായിരിക്കുന്ന ഒരു കോഴ്സ് എടുക്കുന്നതോടൊപ്പം തന്നെ അവൻ റിലീജിയസ് ആയിരിക്കുന്ന, മതപരമായിരിക്കുന്ന ഒരു ആംഗിളിൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്കറിയാം, MA ഇംഗ്ലീഷ് എടുത്ത് B.Ed എടുത്ത് സെറ്റും നെറ്റും കിട്ടിയ ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിലെ സ്ഥിരം ഖത്തീബാണ് അദ്ദേഹം. ഞാനൊക്കെ ഖുതുബ പറയുന്നതിനേക്കാൾ ആധികാരികമായിട്ട് പറയും. അതിന് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ അറിയോ? ഞാൻ എൻ്റെ ഈ കോഴ്സിനോടൊപ്പം തന്നെ റിലീജിയസ് ആയിരിക്കുന്ന കുറേ സംഗതികൾ വായിച്ച് പഠിച്ചു. അറബി ഭാഷ ഞാൻ ഉപവിഷയമായിട്ട് എടുത്തു. എന്നിട്ട് ഞാൻ സ്വയം പ്രയത്നത്തിൽ മതം പഠിച്ചു. ഞങ്ങളടക്കം പല കാര്യങ്ങൾക്കും അദ്ദേഹത്തോട് സംശയം ചോദിക്കാറുണ്ട്. എന്തേ കാരണം എന്നറിയാമോ? അങ്ങനെയെങ്കിലും ഞാൻ പറയുന്നത് വെച്ചാൽ, കോഴ്സിനോട് താല്പര്യമില്ലെങ്കിൽ, അങ്ങനെയെങ്കിലും ഒരു തലമുറ വളർന്നു വന്നിട്ടില്ലെങ്കിൽ ഈ പള്ളിയിൽ ഇനി ഖുതുബ നിർവഹിക്കാനും, ബംഗാളിലേക്ക് അവർ ഇലക്ഷന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പണിക്ക് ആളെ കിട്ടുന്നില്ല, നമ്മൾ പരാതി പറഞ്ഞില്ലേ, അതേ രൂപത്തിൽ അവർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ മിമ്പറിന്മേൽ പോലും കയറാൻ ആളുകളില്ലാത്തൊരു സാഹചര്യം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ വരും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിതൊരു ഓപ്പൺ ചർച്ച എന്നുള്ള അർത്ഥത്തിൽ, നമ്മുടെ സ്വന്തം ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആ തലത്തിലേക്ക് കൂടി ഉയരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഉറപ്പെടുത്താനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാമ്പസിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ അത്യാവശ്യമൊക്കെ ഒരു ബോധ്യവുമുള്ള ഒരു ക്യാമ്പസ് നമ്മൾ തിരഞ്ഞെടുത്ത് നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട കുറേ ഒരു മരണവാർത്തകളും പ്രാർത്ഥനയ്ക്കുള്ള വസിയത്തൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമൊക്കെ. ഇവിടുത്തെ ഏരിയയിൽ കാരുണ്യ പ്രവർത്തകനായ ഹാരിസ് സാഹിബ് കോസ്മോസ്, അദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്തയുണ്ട്. അതുപോലെ കുവൈറ്റിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ്റെ അളിയൻ, പിന്നെ ഒരു PK ആസാദ് അല്ലേ, അവരുടെ മരണവാർത്തയുണ്ട്. ഈ പള്ളിയിൽ വരുന്ന ഒരു സഹോദരൻ്റെ ഒരു പെങ്ങള് ഒരു മരണവാർത്തയുണ്ട്. അങ്ങനെ 3ഓളം മരണവാർത്തകൾ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ശ്രേഷ്ഠനായ അള്ളാഹു അവരുടെ ബർസഖിയായ ജീവിതം ധന്യമാക്കി കൊടുക്കുകയും നാളെ സ്വർഗ്ഗപൂങ്കാവനത്തിൽ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും അവരെയും ഒക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഒരുപാട് രോഗികളായിരിക്കുന്ന ആളുകളുണ്ട്. വസിയത്തുണ്ട് പ്രാർത്ഥനയ്ക്ക്. അള്ളാഹുവേ, രോഗികളായിരിക്കുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാത്ത് രക്ഷപ്പെടുത്തണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ധാർമ്മിക ബോധം നൽകി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, അവർക്ക് ഏത് ക്യാമ്പസിൽ അവർ ചെന്നുപെട്ടാലും മതപരമായ ഒരു മൂല്യം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ തൗഫീക്ക് നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ നാഥ. ആരാധനാകർമ്മങ്ങൾ ചിട്ടയുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളുടെയൊക്കെ മയ്യത്ത് നിസ്കാരത്തിലൊക്കെ നേതൃത്വം നൽകാൻ കഴിയുന്ന, ഞങ്ങളുടെ ഖബറിങ്കലൊക്കെ വന്ന് സലാം പറയാൻ കഴിയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ കച്ചവടത്തിലും ക്രയവിക്രയത്തിലൊക്കെ നീ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഖിമിസ് സ്വലാത്ത്.